പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നതിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. എന്തായാലും ഉടൻ തന്നെ ആ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്താൻ സാധ്യതയുള്ള പേരുകളിൽ ഏറ്റവും ഉയർന്നു കേട്ട രണ്ട് പേരുകളാണ് അന്റോണിയോ ലോപ്പസ് സബാസിന്റെയും അതുപോലെ തന്നെ സെർജിയോ ലൊബേറയുടെയും. എന്നാൽ ഇപ്പോൾ സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ ആശിഷ് നെഹി പങ്കുവച്ച ഒരു വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ഇപ്പോൾ സെർജിയോ ലൊബേറ റിജക്റ്റ് ചെയ്തതായിട്ടാണ് ആശിഷ് നെഹി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ള വാർത്ത ഇപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. സെർജിയോ ലൊബേറയെ ഇനി ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ സാധിക്കില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്നേഴ്സായ മനോരമ ഓൺലൈൻ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു. സെർജിയോ ലൊബേറയെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശക്തമായി തന്നെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പോൾ ആ ശ്രമം പാഴായി പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സെർജിയോ ലൊബേറ ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇനി മുന്നിലുള്ളത് ഒറ്റ ഓപ്ഷൻ മാത്രം, അത് അന്റോണിയോ ലോപ്പസ് സബാസ് ആണ്. എന്ത് വിധേനയും അന്റോണിയോ ലോപ്പസ് സബാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേ മതിയാവും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഹബാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞായറാഴ്ചയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് മാർക്കസ് മർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വരെ കാത്തിരുന്നാൽ മതിയാകും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് സെർജിയോ ലൊബേറ.